ഇരിക്കട്ടെ അവനെ പൂരം നാർമറി. ഹലോ പോയാ പോയി എടാ. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് നമ്മൾ ഇന്ന് പിന്നെ നമ്മുടെ മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് നമ്മൾ ഇന്ന് നമ്മുടെ ബഗ്രോക്ക് സെർവറിലാണ് കളിക്കുന്നത്. ആൻഡ് എനിക്കറിയാൻ ലിറ്ററലി നമ്മൾ കുറേ ദിവസം മുമ്പാണ് ഒരു ബഗ്രോക്ക് സെർവറിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് ഇട്ടത്. ബട്ട് എനിക്ക് ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് പ്രോപ്പർ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയത്. ഐ എം സോറി ഗൈസ്, ബിക്കോസ് എനിക്ക് 10th ക്ലാസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പക്ഷെ ഞാൻ കളിക്കാറുണ്ട് സെർവറിൽ വീക്കെൻഡ്സിലും പിന്നെ ഓരോ ഹോളിഡേയ്സിലൊക്കെ ഞാൻ കയറി കളിക്കാറുണ്ട്. ആൻഡ് ഇന്ന് ലീവുള്ള ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യുവാണ്. ആൻഡ് എനിക്കറിയത്തില്ല ഇത് റെക്കോർഡ് ചെയ്തിട്ട് എപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റാമെന്നും. എനിക്ക് എഡിറ്റ് ചെയ്യാനോ റെക്കോർഡ് ചെയ്യാനുള്ള ടൈം ഇപ്പം ഉണ്ട്. എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ടൈം എനിക്കുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ആൻഡ് ഇതിൽ ഞാൻ ഒബ്വിയസ്ലി ടീമായിട്ട് തന്നെയാണ് കളിക്കുന്നത്. ഞങ്ങളുടെ ടീംമേറ്റിൽ ഏകദേശം ഞാൻ 2 3 4 പേരുണ്ട്. എന്നെയും കൂട്ടി 5 പേരുണ്ട്. ഞാൻ ആരാന്നൊക്കെ പറഞ്ഞു തരാം. ഞാൻ ഇത്രയും നേരം ഒപ്പം കളിക്കുന്നുണ്ടായി. കറക്റ്റ് ഈ സ്പോട്ടിൽ തന്നെ എൻ്റെ ടീംമേറ്റ് ഒരാൾ ഇവിടെ വന്നിട്ട് ഇൻട്രോ എടുക്കുന്ന ടൈമിൽ അവൻ്റെ മൊത്തത്തിൽ ഡിസ്കണക്ട് ആയി. എൻ്റെ നിന്ന് സെർവർ ഡിസ്കണക്ട് ആയി. പിന്നെ എനിക്ക് കയറാൻ പറ്റി, അവൻ എന്തോ കയറാൻ പറ്റുള്ളതെന്നോ പറയുന്നുണ്ടായി. എനിക്കത് കറക്റ്റ് അറിഞ്ഞുകൂടാ. ഞാൻ അത് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് ഇനി നീട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ റെക്കോർഡ് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഈ സെർവറിൽ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഇന്നത്തെ എപ്പിസോഡിൽ ഇവിടെ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ട്. സോ അത് എനിക്ക് എന്തായാലും ബിൽഡ് ചെയ്യണം. ഒരു ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡെക്കറേറ്റ് ചെയ്യണതൊക്കെ. അതൊക്കെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ ബേസും ചെറിയൊരു ടൂർ നിങ്ങൾക്ക് തരാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആൻഡ് ഈ ഒരു സെർവറിൻ്റെ ഡിസ്കൗണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. സോ ഇവിടെ കയറാവുന്ന ഒരു പബ്ലിക് സെർവറാണ്, ബെഡ്റോക്ക് ഓൺലി സെർവറാണ്. സോ നമുക്ക് അതേ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നേരെ വീട്ടിലോട്ട് കിടക്കാം. ഈ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് കാര്യങ്ങൾ. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ട്രേഡിംഗ് ഹാൾ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ബിൽഡ് ഞാനിപ്പോൾ ഇത്ര ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു റൂഫ് സെറ്റ് ചെയ്യണം. എന്നിട്ട് താഴത്തോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ അപ്പുറത്തെന്ന് പറഞ്ഞത് നിങ്ങൾ നോക്കണ്ട, ഇത് ആ ഒരു ഭാഗത്തൊരു ഞങ്ങളൊരു മോബ് ഫാം ഉണ്ടാക്കിയിരുന്നത്. പൊളിച്ചതിൻ്റെ കുറച്ച് വിശിഷ്ടങ്ങളാണ് അവിടെ ഇവിടെയായിട്ട് കിടക്കുന്നത്. പിന്നെ അതൊക്കെ വേറെ അയൽവാസികളുടെ വീടാണെന്നൊന്നും അങ്ങനെയല്ല. ആൻഡ് പിന്നെ ഇതേ താഴെ വരുമ്പോൾ ഇവിടെ ഒരു ഫാം വരുന്നുണ്ട്. ഞാൻ ഇത് ലാസ്റ്റ് കാണിച്ചു തരാം. എന്നിട്ട് നമുക്കത് ബിൽഡ് ചെയ്യാനായിട്ടുണ്ട്. ഞാനല്ല, ഒരു ടീംമേറ്റ് സ്പൈറൽ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ബിൽഡ് ചെയ്തതാണ്. എൻ്റെ ഇതുവരെ ഞാനത് വർക്ക് ആവണ കണ്ടിട്ടില്ല. ആൻഡ് പിന്നെ ഇതിൻ്റെ പെർമിഷൻ എനിക്ക് ഇവരായിട്ട് തന്നിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. അങ്ങനെ ഇതിൻ്റെ കൊണ്ടുള്ളത് വർക്ക് ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തൊരു ടോട്ടം ഫാമോ അങ്ങനെ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഷുഗർ കെയിൻ ഇത് പൊളിക്കാനുള്ള പെർമിഷനൊക്കെ ഉണ്ടാവും. വേണം ഇതെങ്കിലും ചുറ്റും നട്ടു വെച്ചിരിക്കുക. അതല്ലാണ്ട് ഇത് കൊണ്ട് വേറെ ഉപകാരങ്ങളൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. ആൻഡ് പിന്നെ ഈ ഒരു ടീമിലെ ലീഡറാണ് ഞാൻ. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതെ, ലീഡർ തന്നെയാണ്. ഞാനാണ് ഈ ടീം ഫോം ചെയ്തത്. ആൻഡ് സൗൾ എന്ന് പറഞ്ഞൊരുത്തനുണ്ട്, അത് ഈ ഒരു ടീമിലെ കോ ലീഡറാണ്. ഞാൻ കഴിഞ്ഞാൽ ബാക്കി നോക്കുന്നത്. ഓക്കെ ഗൈസ്, ഐ എം ബാക്ക്. ആൻഡ് ചെറുതായിട്ടൊന്ന് നെറ്റ് ഒന്ന് പെട്ടെന്ന് പോയതാണ്. ആൻഡ് അതാണ് പെട്ടെന്ന് ലോഡാവാത്ത ചാൻസ്. ഇപ്പോൾ ലോഡായി വന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ബിൽഡ് ചെയ്തൊരു മാനുവൽ ട്രീ ഫാം ആണ്. ഇവിടെ നമ്മുടെ ഈ 4 സാപ്ലിങ്സ് വെച്ച് കിട്ടുന്ന ട്രീസ് കേരളത്തില് നോർമൽ ഒരെണ്ണമായിട്ടും വെച്ച് ഇവിടെ വളർത്താം. ഞാൻ കൂടുതൽ ഇവിടെ ഡാർക്ക് ഓക്ക്, ജംഗിളും പിന്നെ നമ്മുടെ സ്പ്രൂസ് ആണ് ഇവിടുന്ന് കളക്ട് ചെയ്യുന്നത്. ഞാൻ കളക്ട് ചെയ്ത വുഡൊക്കെ ഇവിടെ വെക്കാനും പിന്നെ അത് ഇവിടെ കുറച്ച് സാപ്ലിങ്സും പിന്നെ അതുപോലെ തന്നെ നമുക്ക് അയൺ ഫാം ഉണ്ട്. സോ അവിടെ നിന്നുള്ള കോപ്പിയൊക്കെ ഈ ഒരു ബോൺമിലായിട്ട് കിട്ടുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ അത് ഈ ഒരു ഇത് നോക്കേണ്ട താഴെ വില്ലേജേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഓക്കെ ഗൈസ്, നമുക്കിത് ഈ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇവിടെ ഒരു ഫുഡ് ഫാം ഉണ്ട്. ഇത് എന്താ ഇവിടെ നമുക്ക് അതിനുള്ളിലോട്ട് ആക്കിക്കോളാം. ഇവിടെ ഒരു ഫുഡ് ഫാം എൻ്റെ ടീം സ്പൈറൽ എന്ന് പറഞ്ഞൊരുത്തൻ ബിൽഡ് ചെയ്താണ്. ഇതിന്ന് ഇഷ്ടം പോലെ രീതിയിൽ ഫുഡ് കിട്ടുന്നുണ്ട്. ഇത് ഇവിടെ തന്നെ കണ്ടില്ലേ, ഇതിനായിട്ട് ഉണ്ടായിരുന്നതാണ് കുറേയൊക്കെ. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത വല്ല ചവറ വല്ല കിട്ടിക്കഴിഞ്ഞൊക്കെ ഇതിൽ കയറ്റിട്ടോളൂ. ഞാൻ ഇന്നലെ ഇരുന്ന് രാത്രി മൊത്തം ഗ്രൈൻഡ് ചെയ്ത് ഇവിടുത്തെ സ്റ്റോറേജ് മൊത്തം റെഡി ആക്കിയതുള്ളൂ. അവിടെ ഇവിടെയൊക്കെ ചെസ്റ്റൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇവിടെ ഇത് ബിൽഡ് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ചെസ്റ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ ഇതിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞൊരു ഫുഡ് കുക്ക് ചെയ്യുന്ന ഏരിയ ആണ്. ഇതിൻ്റെ മുകളിൽ കുക്ക് ചെയ്യാനുള്ള സാധനം എടുത്ത് ഇതിനെ താഴെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു നെതർവാട്ട് ചെറിയൊരു ഫാം. പിന്നെ ഇതൊരു അയൺ ഫാം ആണ്. ആൻഡ് ഇതിന് മുമ്പൊക്കെ നല്ല രീതിയിൽ വർക്ക് ആവുന്ന ഒരു അയൺ ഫാം ആയിരുന്നു. ബട്ട് ഇപ്പം അത് വർക്ക് ആവുന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവൻ എന്തായാലും ഫിക്സ് വന്നല്ലോ. വർക്കിംഗ് ആണ്. ഫിക്സ് ആണ്. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഫിക്സ് ആക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് ആ ഒരു ബോൺ മീൽ ചെറുതായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാം കാര്യങ്ങൾ. അപ്പം നമുക്ക് ഇത് എടുത്തിട്ട് ആ ഒരു ട്രീ ഫാമിലോട്ട് കൊണ്ട് വെച്ചേക്കാം. ഇനി എന്തായാലും നേരെ മുകളിലോട്ട് പോയിട്ട് ഈ കയ്യിലുള്ളതിൻ്റെ കുറച്ച് ചപ്പ് ചവർ കയറിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് എന്തായാലും ഇവിടെ കൊണ്ട് വെക്കണം. ഈസ് ഏരിയ കാര്യങ്ങൾ അതിൻ്റെ ഈ ഒരു ഭാഗത്താണ്. ഇവിടെ ചെറിയൊരു ക്ലിഫ് പോലത്തെ ഒരു ഇച്ചിരി ഹൈറ്റ് കൂട്ടിയിട്ട് നമുക്കൊരു ബിൽഡ് ചെയ്യണം. അത് പറ്റുകയാണെങ്കിൽ ഇന്ന് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. ഇനി ഇവിടെ കുറേ കുതിരകളെ കെട്ടിയിട്ടുണ്ട്. ഞാൻ അതിലിട്ട് ഇതൊന്നും എൻ്റെ അല്ല, ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഉമ്മയൊപ്പം വെക്കാം. പിന്നെ ഇവിടെ ഒരു പൂച്ചൻ്റെ ഒരു വീടുണ്ട്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ ഹാപ്പി ഗാസ്റ്റുമാരെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി വെച്ചാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇത് ഇവിടെ വെക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് അറിയില്ല. മിക്കവാറും ചിലപ്പോൾ ഹാപ്പി ഗാസ്റ്റിനെ ഇവിടെ കൊണ്ടുപോയി നിർത്തുമായിരിക്കും. ഇപ്പൊ തൽക്കാലം അവിടെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊരു മൈനിങ് ഏരിയ ആണ്. അവന്മാർ ചെറിയൊരു ക്രെയിം പോലെ സെറ്റ് ചെയ്തിട്ട് താഴത്തോട്ട് മൈൻ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ താഴത്തോട്ട് മൈൻ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു പിക്കാക്സിന്റെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തിനാണോ ഹാവ് എനിക്ക് അറിയത്തില്ല. പിന്നെ ഇതെന്താ, ഡോണ്ട് കിൽ ഫിഷോ, ഫിഷ് അവിടെ. ഓക്കെ, ഇത് ഒരു ബ്രീഡറാണ്. എൻ്റെ അമ്മൂസ് ഇത് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്രീഡറാണ്. എന്നുവെച്ചാൽ അന്ന് ഇഷ്ടം പോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 10 എണ്ണവും, പിന്നെ താഴെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അത് ലാഗ് കാരണം തല്ലിക്കൊന്നാണ്. എന്നിട്ട് അതിനനുസരിച്ച് പിന്നെയും പൊളിച്ചുണ്ടാക്കിയതാണ്. ആ ടൈമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ പറ്റി കുറച്ച് കേട് വന്നപ്പോൾ ഞാൻ പൊളിച്ചുണ്ടാക്കിയതാണ്. ആൻഡ് ഇതിന്റെ കളക്ഷൻ സിസ്റ്റം ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഒരു വില്ലേജറിന്റെ സ്റ്റാച്ചു ബിൽഡ് ചെയ്തിട്ട് ഇതിന്റെ താഴത്തോട്ട് വയ്ക്കുന്നത് ഇവിടെയാണ് അതിന്റെ ആ ഒരു കളക്ഷൻ സിസ്റ്റം വരുന്നത്. ഇപ്പൊ 2 ഉള്ളൂ. എന്നാൽ രാവിലെ കയറിയപ്പോൾ കുറെ എണ്ണം ഉണ്ടായിരുന്നു. ഇന്നും കുറെ എണ്ണം നമ്മുടെ ട്രേഡിംഗ് ഹാളിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായി. പിന്നെ ഓൾറെഡി ഞാൻ ട്രേഡിംഗ് ഹാളിൽ എൻ്റെ സൗൾ എന്ന് പറഞ്ഞ ടീംമേറ്റ് കുറെ വില്ലേജേഴ്സിനോട് ഫുള്ളും വെച്ചതാണ്. പക്ഷെ സെർവർ ഒന്ന് അപ്ഡേറ്റ് വന്നപ്പോൾ അവന്മാർ തന്നെ ഒരു അനൗൺസ്മെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നെയിം ടാഗ് കൊടുക്കണം അല്ലെങ്കിൽ ലോസ് ആവുന്നു. ചിലപ്പോൾ മൊത്തത്തിൽ ലോസ് ആയി, കാരണം ഇത്രയും വില്ലേജേഴ്സിന് നെയിം ടാഗ് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ ആ ഒരു മെസ്സേജ് നമ്മൾ കണ്ടുമില്ല. ആൻഡ് ഇതാണ് നമ്മുടെ ആ ഒരു 3 ഹാപ്പി ഗാസ്റ്റ് ചാനൽ. എന്തൊക്കെയോ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു, അമ്മുക്കുട്ടീന്നോ അങ്ങനെ എന്തൊക്കെയോ. നോക്കട്ടെ, ഇത് അപ്പുക്കുട്ടൻ, അതേത് കുട്ടനാന്ന് അറിയില്ല. ഇതാണ് അമ്മുക്കുട്ടി എന്ന് തോന്നുന്നുണ്ട്. അവനെ പേരിട്ടിട്ടില്ല എന്നുണ്ട്. അവൻ ഒരെണ്ണം എനിക്ക് വേണ്ടി വെച്ചാന്ന് പറഞ്ഞു. ഒന്ന് സൗളിനും ഒന്ന് എടാ അതൊക്കെ എന്താടാ ഇത്. ഓക്കെ, എൻ്റെ ഇതൊരു ബെഡ് ഏരിയ ആണ്. ഞാൻ ഇവിടെ ഒന്നും ഇതിലോട്ട് കടന്നിട്ടേ ഇല്ല ഇതുവരെയായിട്ട്. അങ്ങനെ സെർവറിൽ എത്ര ആൾക്കാരുള്ളതുകൊണ്ട് അങ്ങനെ കടക്കാറില്ല. ആൻഡ് ഇപ്പോൾ ഏകദേശം എൻ്റെ ടീംമേറ്റ് ആരുമില്ല. കുറച്ചു മുമ്പ് ഉണ്ടായിരുന്നു, ഞങ്ങൾ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും അവനെ നെറ്റ് പോയി. ഓക്കെ, ആൻഡ് ഇത് ഇവിടെ ഒരു ചെസ്റ്റ് ഏരിയ ആണ്. ആൻഡ് ഇവിടെ എല്ലാം ഞാൻ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇന്നലെ ഇരുന്ന് കഷ്ടപ്പെട്ട് സോർട്ട് ചെയ്തതാണ് ഇത് മൊത്തം. ഓക്കെ, ആൻഡ് എല്ലാ ഐറ്റംസും ഞാൻ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇഷ്ടം പോലുള്ളതൊക്കെ ഇതിൻ്റെ ഒരു ഫുഡ് ഐറ്റംസ് ഒക്കെ കുറച്ചേ വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ അവിടെ തന്നെയാണ്, അവിടെ ഒരു ഫാമില്. പിന്നെ ഇവിടെയും ചെറിയൊരു കൂടുതൽ കിട്ടുന്ന ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ അവിടെ നമ്മുടെ എൻജോയിന്റിങ് ഏരിയ ആയിരുന്നു, അതിപ്പോൾ അതേ പൊളിച്ച് ബാരലാക്കി വെച്ചിട്ടുണ്ട്. അതെന്തായാലും നമുക്കിനി അവിടെ ഒരു ബാണ് നമ്മൾ എന്തായാലും ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബാണ് സെറ്റാക്കി കഴിഞ്ഞിട്ട് ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള ചപ്പ് ചവറുകൾ കൊട്ടിക്കോട്ടെ. ആ ഒരു ടൂൾസിലും ആർമറിലും നോക്കുകയാണെങ്കിൽ ഈ ഒരു പിക്കാക്സ് മാത്രമാണ് പിന്നെ എഫിഷ്യൻസി 5 മെൻഡിങ് ആണ് ബ്രെയിൻ ഉള്ളത്. ആൻഡ് ഇത് മുമ്പ് ആദ്യം നമ്മൾ ട്രേഡിംഗ് ഹാൾ സെറ്റ് ചെയ്തിട്ടുള്ള ടൈമിൽ വില്ലേജസിൽ നിന്ന് വാങ്ങിയതാണ്. ഇനിയിപ്പോൾ ഒന്നെല്ലാം ഡെഡ് ആയതുകൊണ്ട് ഒന്നുകൂടി സെറ്റ് ചെയ്യണം. പിന്നെ ആർമറിൽ ഞാൻ ഇത് രണ്ടിലും മാത്രം മെൻഡിങ് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ഇതിൽ 3 എണ്ണത്തിന് മാത്രം മെൻഡിങ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു മെൻഡിങ് പിന്നെ കുറച്ച് ഡയമണ്ട് ബ്ലോക്ക് ഒക്കെ എൻ്റെ കയ്യിൽ ഒരു ബണ്ടിൽ ഉണ്ടായിരുന്നു, പുതിയ അപ്ഡേറ്റിൽ വന്ന ബണ്ടിൽ. അത് വെച്ചപ്പോൾ ഞാൻ എപ്പോഴും ഡൈഡ് ആയപ്പോൾ ആരും എടുത്തുകൊണ്ട് പോയി. ഇതിൻ്റെ അപ്പുറത്തൊക്കെ കുറേ ബേസ് ഉണ്ട്. ഞാൻ ഒരു മിനിറ്റ്, ഇവിടെ ഒരു ബേസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആൻഡ് അവൻ ഇവിടെ താഴെ വൈബോയ് എന്ന് പറഞ്ഞൊരു പ്ലെയറുടെ ബേസ് ആയിരുന്നു താഴെ ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ അവൻ നമ്മുടെ ടീംമേറ്റ് ആണ്. ഇപ്പോൾ സെർവറിൽ ഉണ്ടോ നോക്കട്ടെ. ഉണ്ട്. ഇത് ബേസ് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അവന്റെ ബേസ് കാര്യങ്ങൾ. അത്യാവശ്യം നല്ലൊരു ബേസ് തന്നെയാണ്. ഞങ്ങളത് വന്ന ടൈമിൽ അവൻ ഇവിടെ ഉള്ളതാണ്. ആൻഡ് ഇപ്പൊ അവൻ ഞങ്ങളുടെ ടീംമേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായി. അവനാണ് ആ ഒരു ബ്രീഡറിന്റെ താഴെയുള്ള ആ ഒരു നമ്മളൊക്കെ സെറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ബേസിന്റെ കാര്യങ്ങളൊക്കെ. ആൻഡ് പിന്നെ അവിടെ നെതർ പോർട്ടലുണ്ട്, ഞാൻ ഒരു ടൈമിൽ കയറിയിട്ടില്ല. പിന്നെ ഇതൊരു മീനുകൂട്ടിനോടെ വെച്ചിട്ടുണ്ട്, അവന്മാർക്കൊന്നും പേര് കൊടുത്തില്ല. പിന്നെ ഇതൊരു ഒരു ഫിഷ് ഇല്ലേ, നമ്മൾ ഫിഷ് ചെയ്യുന്ന ഒരു ഫാമാണ്. ആൻഡ് സാൻഡ്രോണി എന്ന് പറഞ്ഞൊരു ടീമായിട്ട് ഉണ്ട്. അവൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. അവൻ എനിക്ക് ഒരു പെർമിഷൻ തന്നിട്ടില്ല, കാരണം അവൻ അതിന് ശേഷം സെർവറിൽ കയറിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ഈ ഒരു കസ്റ്റം ട്രീ സ്പൈറൽ എന്ന് പറഞ്ഞ അവൻ ബിൽഡ് ചെയ്താണ്. ആൻഡ് ഈ ഒരു ബിൽഡ്സ് ഒക്കെ കൂടുതൽ അവൻ തന്നെയാണ് ബിൽഡ് ചെയ്യുന്നത്. ഇതാണ് ഈ നമ്മുടെ വൈബോയ്. ഈ സമയം PvP അയക്കാൻ അത് ഓഫ് ആക്കിയിട്ടുണ്ട്. എന്താ തല്ലണേ. വെയിറ്റ് ഞാൻ അവനെ DC ലോട്ട് ഒന്ന് ആഡ് ചെയ്യട്ടെ. വെയിറ്റ്
ഇതിപ്പോൾ ഞാൻ ഈ സെർവറിൽ കയറി ഞാൻ ഡൈഡായിട്ട് കിടക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് റീസ്പോൺ അടിച്ച് നോക്കാം. ഞങ്ങളത് ബേസിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യാൻ ലോഗിൻ ചെയ്തിട്ട് വരാം. ഓക്കെ, താഴെ പോയിട്ട് അവിടെയാണ് വൈബോയ് നിൽക്കുന്നുണ്ടായേ. എൻ്റെ ഐറ്റംസും കാണില്ല. അവനിപ്പോൾ സെർവറിൽ ജസ്റ്റ് ഒന്ന് എവിടെയാണോ ഒന്ന് വിളിച്ചോട്ടെ. കേസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവൻ ഷോപ്പിൽ വരാൻ പറഞ്ഞത് നമ്മളിത് ഷോപ്പിലെത്തിയിട്ടുണ്ട്. പിന്നെ അവനൊന്ന് തപ്പി പിടിക്കാം. എൻ്റെ ഐറ്റംസ് മിക്കവാറും അവൻ്റെ കയ്യിൽ നിന്നുണ്ടെന്നോ. അവൻ PvP ഓണാക്കിയായിരുന്നു ലാസ്റ്റ്. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൈഡായിട്ട് ഉണ്ടാവാം. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കോൾ വന്നപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ്. അതെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്പൈറലിൻ്റെ ഷോപ്പ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവൻ്റെ കയ്യിൽ ഐറ്റംസ് ഒന്ന് തരാൻ പറയാം. ഓക്കെ, നമ്മുടെ ഐറ്റംസ് തരുമായിരിക്കും. ആൻഡ് ഇതാണ് സ്പൈറലിൻ്റെ ഷോപ്പ്. ആൻഡ് ഇവിടുത്തെ ഈ ഐറ്റംസൊക്കെ ഇതൊന്നും വിൽക്കാൻ വെച്ചിരിക്കുകയല്ല. അവിടെ ടെംപ്ലേറ്റ്സും പിന്നെ ട്രിമ്മ് ആൻഡ് അതുപോലെ തന്നെ ആർമേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അതാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. നമുക്ക് മൊത്തം എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇവൻ്റെ കയ്യിലുള്ള എൻ്റെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തം കളക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വരുന്നത്. ഈ സമയം നമ്മൾ ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഐറ്റംസ് നമ്മൾ ഇൻ്റർചെസ്റ്റും വെച്ചിട്ടുണ്ട്. ആൻഡ് അവ ഇവിടെ എന്തോ ഒരു പണിയിലാണ്. ഞാൻ എന്തായാലും നമുക്ക് എന്തായാലും DC അവനെ വിളിച്ച് നോക്കാം. വരുമോ നോക്കട്ടെ. കേസ് ഒരു മിനിറ്റ്. ഇന്ന് ടീംമേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവനെ ഗ്രൂപ്പിലോട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഞങ്ങൾ DC ഗ്രൂപ്പിലോട്ട്. അപ്പോൾ ജസ്റ്റ് അവനെയും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ആ ട്രേഡിംഗ് ഹാളും കാര്യങ്ങളൊക്കെ ബിൽഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുമിച്ചിരുന്ന് ബിൽഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും നേരെ ഇവിടെ നിന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് നേരെ നമ്മൾ ബേസിലോട്ട് പോയിട്ട് അവിടുത്തെ പരിപാടികളിൽ ബാക്കി നമുക്ക് നോക്കാം. ഈസൊക്കെ എൻ്റെ ഇവിടെ അയണും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇത് മാനേക്ക് എന്ന് പറഞ്ഞൊരു ബ്രോഡർ ഷോപ്പാണ്. അല്ല, മാനേക്കല്ല, മെറിക്ക് എന്ന് പറഞ്ഞ, മെറിക്കോ മാനേക്കോ അങ്ങനെ ആരോ ആണ്. പിന്നെ അവൻ മൊത്തം ഈ സ്പൈറലിന് ഈ ഒരു ഷോപ്പൊക്കെ എഴുതി കൊടുത്തു. ഇതും ഒരു ഇലക്ട്രിക് ഷോപ്പും ഉണ്ട്. ആൻഡ് ഇപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്യാനുള്ള തിരക്കിലാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഷോപ്പ് പിന്നെയും തിരിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ബേസിലോട്ട് എന്തായാലും പോവാം. ടീംമേറ്റ് ആയിട്ടുള്ള നമ്മുടെ കോലീഡർ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന സൗളാണെന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഹലോ 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 ഇത് നമ്മുടെ ജയിലിൽ നിന്ന് ചാടി വന്നിട്ടുള്ളൊരു പുള്ളി. വേണ്ട വേണ്ട, ഇല്ല, ചാടി നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒളിവിൽ താമസിക്കുകയാണ് ഇവൻ. ഇപ്പൊ നിക്ക്, ഇതിന്റെ ഉള്ളിലോട്ടോ, ഇതിനുള്ളിലല്ലേ. ഇവിടെ ഇവിടെ ഇങ്ങോട്ടോ. ഇവിടെയൊക്കെ പൊളിച്ചിട്ടിരിക്കുക. സ്റ്റെയർ കളയാൻ വേണ്ടി പൊളിച്ചിട്ടിരിക്കുക. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ മുകളിലോട്ട്. അത് തൈലം തേച്ചാ മതി ബ്രോ. എവിടെയൊക്കെ ഇരുന്നു. ഇവിടെ ഇരുന്ന് സംസാരിക്കാം. ഇവൻ എന്റെ അടുത്ത് ഇരിക്കണ്ട. ഇവനെ മാറ്റി ഞാൻ അവിടെ ഇരുന്നോ. നീ അവിടെ പോയിരുന്നാ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡില് താഴത്തെ ട്രെയിനിങ് ഹാളിന്റെ പണി ഇങ്ങോട്ട് തുടങ്ങിയിട്ട് തീർക്കാൻ പോവാ. ഓക്കെ, അതിനു വേണ്ടിയിട്ട് കുറെ വുഡ് ഒപ്പിച്ചു വെച്ചതാണ്. ഏതോ ഒരു ഗ്രേ സ്കിന്നുള്ള ഒരുത്തൻ എടുത്തോണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം നമുക്കില്ലേ താഴത്തെ ഫ്ലോറും ഇതൊക്കെ ആദ്യം പൊളിച്ച് ഞാൻ എന്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഒക്കെ എടുത്തിട്ട് താഴെ കൊണ്ട് വെക്കാം. എന്നിട്ട് 3 ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഒരാള് ഫ്ലോർ സെറ്റ് ആക്കാം, ഒരാള് റൂഫ് സെറ്റ് ആക്കാം. അങ്ങനെ പെട്ടെന്ന് പണിയെടുക്കാം. ഇവിടുന്ന് മുകളിലോട്ട് ഒരു 2 ബ്ലോക്ക് വിളിക്കാം. 2 ബ്ലോക്ക്. നിനക്ക് ഞാൻ ആദ്യം ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇതിന്റെ ഇത് മുകളിലോട്ട് 3 ബ്ലോക്ക് വിളിച്ചിട്ട് ഈ ഒരു സ്റ്റെയർ ഉണ്ടായി, ഒരു സ്പൈറലായിട്ട് ഇങ്ങനെ പോണ സ്റ്റെയർ. ഇത് ആരോ പണിഞ്ഞു വെച്ചെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ ബ്രോക്ക് പറഞ്ഞില്ല. മുട്ടുവേനൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു എലവേറ്റർ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പൊ ഇതൊക്കെ മൊത്തം പൊളിച്ചളയണം. ഓക്കെ, പൊളിച്ചളയാൻ സൗളിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവൻ പൊളിച്ചോളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് പൊളിക്കുക. അപ്പൊ ഞാൻ ആ ടൈമിൽ മെറ്റീരിയൽസ് ഒക്കെ എടുത്തിട്ട് വരാം. എന്നിട്ട് ഇവിടെ സെറ്റ് ആക്കാം. വേണമെങ്കിൽ എല്ലാവരും ഇവിടെ ഒന്ന് ഹോം വല്ല സെറ്റ് ചെയ്തു. അപ്പൊ പെട്ടെന്ന് വരാനായിട്ട് ഞാൻ ഇവിടെ /home സെറ്റ് ചെയ്തിട്ടുണ്ട്. സൗള് താഴത്തോട്ട് വന്നിട്ട് ഇവിടെ ഈ വുഡൊക്കെ ഒന്ന് സ്ട്രിപ്പ് ചെയ്യും. ഇവിടെ ഞാൻ അപ്പോഴേക്കും ഫ്ലോർ സെറ്റ് ആക്കുന്നുണ്ട്.
നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒരു എന്ന് പറഞ്ഞ ഒരു ബ്രോയുടെ ഒരു എൻഡർമാൻ XP ഫാമാണ്. ആൻഡ് ഇത് നമ്മുടെ എൻഡിൽ കുറച്ച് അപ്പുറത്തോട്ടായിട്ടാണ് ഇവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. എനിക്കിത് സ്പൈറലാണ് ഇവിടെ വന്ന് കാണിച്ചു തന്നെ. സോ അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ഒരു ഹോം സെറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെയും വരാമല്ലോ. പിന്നെ എൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് സ്പൈറൽ കുറച്ച് ആർമേഴ്സൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ആർമർ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു നമ്മുടെ ആർമറിലോട്ട് കമ്പൈൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഇതൊക്കെ എടുത്തിട്ടുള്ളത്. നമ്മുടെ സ്പൈറൽ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു XP കളക്ട് ചെയ്തിട്ട് നമുക്ക് ബേസിൽ പോയിട്ട് ഇതൊക്കെ നമ്മൾ കമ്പൈൻ ചെയ്യാം. ആൻഡ് നമ്മുടെ ആർമറും ടൂൾസൊക്കെ അതിൽ അടുത്ത എപ്പിസോഡ് ആകുമ്പോഴേക്കും ഞാൻ അതിൽ കണക്ട് ചെയ്യുന്നത്. ഗൈസ് അവന്തി ചത്തിട്ടുണ്ട്. അവൻ്റെ ഐറ്റംസ് ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ സൗള നമ്മുടെ ട്രേഡിംഗ് ഹാളിന്റെ പണി തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് കാണിച്ചു കൊടുക്കാം എന്തായാലും. ബാ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ ട്രേഡിംഗ് ഹാളിന്റെ പണി തീർന്നിട്ടുണ്ട് ഏകദേശം. ഇനി ഒരു ബബിൾ എലിവേറ്ററും കൂടി സെറ്റ് ചെയ്യണം. അത് നമുക്ക് എന്തായാലും ഇന്ന് തന്നെ അങ്ങോട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പണി തീർത്തിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. സോളെ വാ വാ വാ. എടാ ഉണ്ടായി എവിടെ? ഓ മറ്റേത് ഹാപ്പി ഗസ്റ്റ്. കൊള്ളാട്ടാ. ചെക്കന് പണിയെടുക്കാൻ അറിയാം. അവൻ ചെയ്യട്ടെ. അവൻ നമുക്ക് ബാക്കി കാണിച്ചു കൊടുക്കാം. ഓക്കെ, അവൻ VC ഇല്ല, അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ്. ആൻഡ് ഗൈസ് നമ്മളൊരു സ്റ്റെയർ തുടക്കം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് മാറ്റി ഇപ്പൊ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒബിയസ്ലി നിങ്ങൾക്ക് കണ്ടറിയാം എവിടെയൊക്കെ സ്റ്റോണും ഡെർട്ടൊക്കെയാണ്. ഇത് വെച്ചിട്ട് തന്നെ ഈ ഡെർട്ടൊക്കെ മാറ്റിയിട്ട് പകരം സ്റ്റോണിന്റെ വേറെ വേരിയൻസ് ഒക്കെ വെക്കുന്നതായിരിക്കാം. പിന്നെ ഇത് ഇവിടെ നിന്ന് മാറ്റണം. ഇത് രണ്ടും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ചാടാൻ പറ്റും. പിന്നെ ചിലവർക്ക് അറിയാണ്ട് ചാടും ചിലവർ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നേരെ താഴത്തോട്ട് ചാടാം. ഓക്കെ, ഇതൊരു പോണ്ട് പോലെ സെറ്റ് ചെയ്താണ്. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഫിഷിനെ പിടിച്ചിടാം. അത് എന്നിട്ട് മറ്റേ പിൽസ അങ്ങനെ എന്തൊക്കെയില്ല, അതൊക്കെ എടുത്തിടണം. ആൻഡ് ഇതാണ് ഒരു സിമ്പിൾ ഡിസൈൻ ആണ്, കാരണം ഇത്രയും വലിയ ബിൽഡ് ആയതുകൊണ്ട് നമുക്ക് ഓവറായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് താഴെ ഇത് ഒരു ഡീപ് സ്ലേറ്റ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനും മുകളിൽ കുറച്ച് ഈ ഒരു വുഡും വെച്ചിട്ടുണ്ട്. ആൻഡ് അത് തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒരു പോണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട ഒരു എൻഡർ ചെസ്റ്റും വെച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ ഇവിടെ ബാരലിൽ നമുക്ക് വേണ്ട വർക്ക് സ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ചെറിയൊരു ബിൽഡാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇനി ഒരു ബബിൾ എലിവേറ്റർ സെറ്റ് ചെയ്യണം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സെന്റർ. ഇതാണ് സെന്റർ തോന്നുന്നുണ്ട് ഏകദേശം. എൻ്റെ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലോട്ട് പോകാനും ഇവിടെ നിന്ന് അങ്ങോട്ട് താഴത്തോട്ട് വരാനുള്ള ഒരു എലിവേറ്റർ സെറ്റ് ചെയ്യണം. അത് ഞാൻ എന്തായാലും ഇപ്പം നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. അതിനായിട്ട് സോൾ സാൻഡ് ഇത് എടുത്തു വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചൊരു കെൽപ്പ് കാര്യം എടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും കെൽപ്പ് എടുക്കാനായിട്ട് പോവാം. ഓക്കെ, നമ്മൾ ചെറിയൊരു എക്സ്പ്ലോറേഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് വന്നത്. എനിക്ക് എന്നിട്ട് കെൽപ്പ് കിട്ടിയില്ല. അപ്പോൾ ഈ വൈ പോയിന്റിൽ ഉണ്ടെന്നുണ്ട് അവൻ തന്നിട്ടുണ്ട്. എനിക്കൊരു ഡെസേർട്ടും കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് സാൻഡ് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ അപ്പോൾ എനിക്ക് ഇനി ഇവിടെ നിന്ന് നേരെ മുകളിലോട്ടുള്ളതും താഴത്തോട്ടുള്ള ഒരു എലിവേറ്റർ സെറ്റ് ചെയ്യാൻ വേണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ച് പോയിട്ടില്ല, കാരണം ഇപ്പോൾ തന്നെ എപ്പിസോഡ് ഭയങ്കര പോലെ നീട്ടിട്ടുണ്ട്. നമുക്ക് ഞാൻ എന്തായാലും ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ് എന്താ വരുന്നത്. ഗൈസ് അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു സോൾ സാനും കൂടി വെച്ച് അങ്ങനെ നമ്മുടെ ഒരു എലിവേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേ ബൗൾ നമുക്ക് നേരെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താ നിൽക്കുന്നത്, ട്രാപ്പ് ഡോർ. നമ്മൾ നേരെ മുകളിലെത്തിയിട്ടുണ്ട്. ആൻഡ് ഇത് കുറച്ച് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഞാൻ കറക്റ്റ് സിമെട്രി നോക്കിയത് കൊണ്ട് തന്നെ കുറച്ച് ഡിസ്റ്റൻസിലായി പോയത്. ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളതും അപ്പുറത്താണ് കയറണം. ഇതൊന്നും മാറിയിട്ട് ഇത് ചെറിയൊരു തടസ്സം വേണ്ടി ഇതൊന്ന് പൊളിച്ചാലായിട്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നതിന് ഈ ഒരു ഹാപ്പി ഗ്യാസിൻ്റെ ഇവിടെയാണ് താഴത്തോട്ട് ഇറങ്ങാനുള്ള വഴി കാര്യങ്ങൾ. ഞാൻ നേരെ താഴത്തോട്ട് വന്നതിന് അത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് അങ്ങനെ നമ്മുടെ ട്രേഡിംഗ് ഹാളിൻ്റെ പണിയൊക്കെ തീർന്നില്ല ഗീസ്. ഓക്കെ, തീർന്ന്. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, ആൻഡ് അടുത്തൊരു കില്ല മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ആൻഡ് ഇനിയും ഇതുപോലത്തുള്ള സർവറിലെ വീഡിയോസ് ആൻഡ് അതുപോലെ തന്നെ കുറച്ചൊരു വേൾഡ് ഞാൻ സർവൈവൽ വേൾഡ് തുടങ്ങുന്നൊരു പ്ലാൻ ഉണ്ട്. ഞാൻ അതൊക്കെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് പിന്നെ ഇവിടെ നമുക്കൊരു വെൻഡിങ് ബുക്കും ഒരു അൺബ്രേക്കിംഗ് ബുക്കും നമ്മുടെ സൗള സ്പൈറൽ ആരോപിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് അതൊക്കെ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡൊക്കെ ആയിട്ട് എല്ലാ ബുക്കും നല്ല സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാൻ ഗൈസ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.